സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇന്നത് ചൊല്ലിയവരുണ്ടെങ്കിൽ കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, നല്ല സദസ്സാണ്. അൽഹംദുലില്ലാഹ്. സഹോദരിമാരെ ഒരുപാട് ആള് ചൊല്ലിയവരുണ്ടാവും. രാത്രിയിൽ ചൊല്ലി മഗ്രിബിന്റെ ശേഷം ചൊല്ലിയാൽ, എപ്പോഴാ ഓർമ്മ വരുന്നത് അപ്പൊ ചൊല്ലിയ, രാത്രിയിൽ എപ്പോഴെങ്കിലും ചൊല്ലിയാൽ സുബ്ഹിന്റെ മുമ്പ് മരിച്ചാൽ സ്വർഗമുറപ്പാണത്രേ. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ആളുകൾക്ക് സുബ്ഹി നിസ്കരിച്ച ഉടനെ, സുബ്ഹി ബാങ്ക് കൊടുത്ത ഉടനെ ചൊല്ലിയാൽ, മഗ്രിബിന്റെ മുമ്പ് മരിച്ചാൽ, ആ പകൽ എപ്പോ മരിച്ചാലും എപ്പോഴും മരിക്കുകയാണെങ്കിലും സ്വർഗം ഉറപ്പ് എന്ന് നബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ദിക്റേ ഉള്ളൂ. അത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന, പാപമോചനം ചോദിക്കുന്ന ദിക്റുകളുടെ നേതാവാണത് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. നമ്മൾ ചൊല്ലിത്തരാം. അത് പഠിക്കാത്തവരുണ്ടെ എന്ത് ചെയ്യാ? പഠിക്കാം. ഗൾഫിക്ക് വിസിട്ടണമെങ്കിൽ സയ്യിദുൽ ഇസ്തിഗ്ഫാർ പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് പഠിക്കൂലേ നമ്മള്? ഇത് സ്വർഗത്തേക്ക് പോകാനുള്ളതാ. അതുകൊണ്ട് ധൈര്യമായിട്ട് എപ്പോഴും ഇത് പഠിച്ചു. ഒരു മൊബൈൽ ഫോൺ, ഒരു അറബി കീബോർഡോ ഇല്ല, ഒന്ന് ഇംഗ്ലീഷ് എഴുതിയാലും മതി. ഗൂഗിളിൽ വെറുതെ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്നടിച്ചാൽ ചിലപ്പോൾ അതിന്റെ പിക്ചറുകളോ ഇമേജുകളോ എങ്കിലും കിട്ടും, ഓതാൻ പറ്റും. നമ്മൾക്ക് അറബി വായിക്കാൻ അറിയുന്നവരല്ലേ, ആർക്കും പഠിക്കാൻ പറ്റും. സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറക്കല്ലേ, മറക്കല്ലേ, മറക്കല്ലേ. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. തബഖാത്തുൽ ഹനാബിലയിൽ ഒരു സംഭവമുണ്ട്. ഒരു ആലിമ് മരിച്ചു കഴിഞ്ഞപ്പോ റുഅയ ഫിൽ മനാം, ആ മഹാനായ പണ്ഡിതനെ സ്വപ്നത്തിൽ കണ്ടു ശിഷ്യന്മാർ. അവർ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക, അല്ലാഹു എന്താണ് നിങ്ങളോട് ചെയ്തത്? വഫറല്ലാഹു ലീ മഗ്ഫിറതൻ ആമ്മതൻ വഖാസ്വ, അല്ലാഹു എന്റെ പാപങ്ങൾ ചെറുതും വലുതും എല്ലാം മൊത്തത്തിലും ചില്ലറയും എല്ലാം അല്ലാഹു എനിക്ക് മാപ്പാക്കി തന്നു. എന്താ നിങ്ങൾ ഞങ്ങളോട് ഉപദേശിക്കുന്നത്? ഞങ്ങൾക്കും അങ്ങനെ കിട്ടാൻ. ഊസീകും ബിസയ്യിദിൽ ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ മറക്കാതെ ചൊല്ലുക. അത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ഇങ്ങനത്തെ ദിക്റുകളും ദുആകളും വല്ല ഇന്റർനാഷണൽ വിഷയം ചർച്ച ചെയ്ത് വിഷയാവതരിപ്പിക്കുന്നതിനെക്കാട്ടൊക്കെ ഖൈറ് ഒരുപക്ഷെ ഇങ്ങനത്തെ ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടലായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ വിഷയം ഇവിടെ തെരഞ്ഞെടുക്കാൻ എന്റെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചത്. അല്ലാഹു അലം. നമ്മൾ പഠിച്ചു വെക്കുക. ഇതൊക്കെ ജീവിതത്തിൽ മരിക്കുന്ന അവസാനത്തെ റൂഹിന്റെ സെക്കൻഡ്, അവസാനത്തെ ശ്വാസം കൊണ്ട് വലിയവരെ മറക്കാൻ പാടില്ലാത്ത സംഗതികളാണ് ഇതുപോലുള്ള ദിക്റുകളൊക്കെ. ദുന്യാവിന്ന് പിരിയുന്നവരെ മറക്കരുത്. അങ്ങനെ അതിന്റെ കാലാവധി, അതിന്റെ കാലാവധി എത്രയാണ്? ലൈഫ് ലോങ് ആണ്. അല്ലാഹുമ്മ, പടച്ചവനെ, അൻത റബ്ബി, നീ എന്റെ രക്ഷിതാവാണ്. ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനക്കർഹനൊന്നുമേ ആരുമേ ഇല്ല റബ്ബേ. ഖലഖ്തനി, നീയാണ് എന്നെ പടച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ ദാസനാണ് അല്ലെങ്കിൽ ദാസിയാണ്. വഅന അലാ അഹ്ദിക വവഅദിക മസ്തതഅതു, നീ പറഞ്ഞ പോലെ റബ്ബേ ഞാൻ കഴിവിന്റെ പരമാവധി ജീവിക്കും പടച്ചവനെ. ഇതാണ് ആ വാക്ക്. നീ പറഞ്ഞ പോലെ കഴിവിന്റെ പരമാവധി ഞാൻ അങ്ങനെയാണ് ജീവിക്കുള്ളൂ റബ്ബേ. അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകളുണ്ട് റബ്ബേ, ആ തെറ്റുകളിൽ നിന്നെല്ലാം നിന്നോട് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. അബൂഉ ബിനിഅമതിക അലയ്യ, അബൂഉ ലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് തന്ന നിഅമത്തുകളെല്ലാം അബൂഉ ഐ ഉഖിറു, ഞാൻ സമ്മതിക്കുന്നു റബ്ബേ, ഞാൻ സമ്മതിക്കുന്നു. നീ എനിക്ക് ഒരുപാട് നിഅമത്ത് ചെയ്തിട്ടുണ്ട്. അബൂഉ ലക ബിദംബി, നീ അനുഗ്രഹം ചെയ്തു, ഞാനോ ഞാൻ ചെയ്ത തെറ്റുകളും നിന്നോട് സമ്മതിക്കുന്നു തമ്പുരാനെ. ഫഗ്ഫിർലി, പൊറുത്തുതാ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീയല്ലാതെ ആരാ റബ്ബേ പുറത്തുതരാനുള്ളത്? ആകാശത്തോളം വരുന്ന തെറ്റുണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരുമെന്ന് മഹാനായ റസൂലുള്ളാഹി.
മനുഷ്യന്മാരുമായുള്ള ഹക്കടപാടുകൾ പറഞ്ഞു തരേണ്ടതില്ല. കൊടുക്കാനുള്ള പൈസയും മോഷ്ടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. ഗീബത്ത് നമീമത്തുകൾ പൊരുത്തപ്പെടിക്കണം. അല്ലാത്ത വിഷയങ്ങളൊക്കെ തൗബയുടെ ഇസ്തിഗ്ഫാറിന്റെ ഏറ്റവും വലിയ ദുആയാണ്. അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരട്ടെ. ആമീൻ.